ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ടു സെറ്റ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ബ്രിഡ്ജ് കോഴ്സിലുണ്ട്. ബ്രിഡ്ജ് കോഴ്സിൽ ഒരു ചെറിയ ടോപ്പിക്കാണ്, മാത്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സെറ്റ്സ്. അതല്ലാതെ നമുക്ക് MCAയിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്തമെറ്റിക്സ് ഉണ്ട്. മാത്തമെറ്റിക്സിൽ വരുന്ന ഒരു മൊഡ്യൂളാണ് സെറ്റ്സ്. വാട്ട് ഈസ് സെറ്റ്സ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സെറ്റ്സ്, പിന്നെ സെറ്റ് ഓപ്പറേഷൻ, അതല്ലാതെ കുറച്ച് ലോസ് ആൻഡ് തിയറംസ് നോക്കാം. എക്സാമ്പിൾ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഇങ്ങനെയുള്ള കുറച്ച് ലോസും കൂടി ഇതിൽ നോക്കാം. ആൻഡ് ഈ ഒരു ടോപ്പിക് സെറ്റ് എന്ന് പറയുന്നത് KTU, MG, കേരള യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഫസ്റ്റ് സെമസ്റ്റർ മാത്സിൽ ഇൻക്ലൂഡ് ആവുന്ന ഒരു ടോപ്പിക്കാണ് സെറ്റ് തിയറി. സോ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ബേസിക് മാത്രം ഈ വീഡിയോയിൽ നോക്കാം. സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഈ ഒബ്ജക്ട്സ് ഫിസിക്കലായിരിക്കാം അല്ലെങ്കിൽ വിർച്വലും ആയിരിക്കാം. അപ്പോൾ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മൾ ഏത് കോൺസെപ്റ്റ് വേണമെങ്കിലും ആവാം. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രൂപ്പ് ഓഫ് റിവേഴ്സ് ഇൻ ഇന്ത്യ, ഓർ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ഓർ കളക്ഷൻ ഓഫ് പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 100. ഇതൊക്കെയാണ് സെറ്റ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൽ റിലേറ്റീവ് ആണെങ്കിൽ അറേ ഉണ്ടല്ലോ, അറേയിൽ നമ്മൾ സെയിം ഡേറ്റ ടൈപ്പുള്ള എലമെൻറ്റ്സ്, ഗ്രൂപ്പ് ഓഫ് സെയിം ഡേറ്റ ടൈപ്സ് ഉള്ള എലമെൻറ്റ്സ് ആണ് അറേയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സെയിം കോൺസെപ്റ്റ് ആണ് സെറ്റിലും, ബട്ട് ഇവിടെ സെയിം ഡേറ്റ ടൈപ്പ് അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് സെറ്റ്സ്. സെറ്റ്സിലുള്ള ഒബ്ജക്ട്സ് ഫിസിക്കൽ ഒബ്ജക്റ്റും ആയിരിക്കാം, അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ഓർ വിർച്വൽ ഒബ്ജക്റ്റും ആയിരിക്കാം. ഫസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സെറ്റ് ഈസ് ആൻ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ദ ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ് ഇസ് കോൾഡ് ആൻ എലമെൻറ്റ് ഓർ എ മെമ്പർ. അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ആൻഡ് ഈ ഒബ്ജക്ട്സ്, സെറ്റിൽ വരുന്ന ഈ ഒബ്ജക്ട്സിനെ നമ്മൾ എലമെൻ്റ് എന്നും പറയും, അല്ലെങ്കിൽ മെമ്പർ എന്നും പറയും. അപ്പോൾ ഇതാണ് ബേസിക് ഡെഫിനിഷൻ ഓഫ് സെറ്റ്. സെറ്റ് ഈസ് ആൻ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ദ ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ് ഇസ് കോൾഡ് ആസ് ആൻ എലമെൻറ്റ് ഓർ എ മെമ്പർ. ഇനി ഈ സെറ്റ് നമുക്ക് രണ്ട് ടൈപ്പിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സെറ്റ് എഴുതുന്നത് രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ എഴുതാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് റോസ്റ്റർ ഓർ ലിസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ആണ് സെറ്റ് ബിൽഡർ മെത്തേഡ്. ഫസ്റ്റ് വൺ റോസ്റ്റർ ഓർ ലിസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ മെത്തേഡ്. ഈ റോസ്റ്റർ മെത്തേഡിൽ നമ്മൾ നോർമലി കമ്പ്യൂട്ടേഴ്സിൽ അറേസ് ഒക്കെ കൊടുക്കുന്ന പോലെയാണ് മാത്സിൽ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കമ്പ്യൂട്ടറിൽ അറേ A ഈസ് ഈക്വൽ ടു 1 2 3 4 5 എന്ന് കൊടുക്കത്തില്ലേ, കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട്, അതേ ഇതാണ് നമ്മൾ റോസ്റ്റർ ഓർ ലിസ്റ്റ് മെത്തേഡിലേയും ചെയ്യുന്നത്. സെറ്റ് നെയിം ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഒബ്ജക്ട്സ് എല്ലാം നമുക്ക് കൊടുക്കാം. ആൻഡ് ഓരോ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കോമ യൂസ് ചെയ്യണം. ഇതാണ് റോസ്റ്റർ ഓർ ലിസ്റ്റ് മെത്തേഡ്. ഇതിൽ നമുക്ക് നെയിംസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇതിൽ എക്സാമ്പിളിൽ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട്. ഒരു സെറ്റ് A ഈസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 3 5 7 11 13. ദെൻ നെക്സ്റ്റ് വൺ n is equal to കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 4 6 എക്സെട്ര. ഇതാണ് ഇതിൽ എടുത്തിരിക്കുന്ന രണ്ട് എക്സാമ്പിൾസ്. അപ്പോൾ റോസ്റ്റർ മെത്തേഡിൽ നോർമലി നമ്മൾ അറേ കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്താൽ മതി. സെറ്റ് നെയിം ഈക്വൽ ടു കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒബ്ജക്ട്സ്, ഓരോ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കോമ കൊടുക്കണം. നെക്സ്റ്റ് വൺ ആണ് സെറ്റ് ബിൽഡർ മെത്തേഡ്. ഈ സെറ്റ് ബിൽഡർ മെത്തേഡിൽ നമ്മൾ ഡയറക്റ്റ് എല്ലാ ഒബ്ജക്ട്സും കൊടുക്കത്തില്ല, പകരം ആ ഒബ്ജക്റ്റിനുള്ള കണ്ടീഷൻ മാത്രം കൊടുക്കും. സെറ്റ് നെയിം ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഫോർ ലൂപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ I അല്ലെങ്കിൽ N ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, അതേപോലെ ഇവിടെ ആ ഒരു എലമെൻറ്റ് ഓർ മെമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ X എന്ന ഒരു വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് നെയിം ഈക്വൽ ടു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A ഈസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എലമെൻറ്റ് നെയിം നമ്മൾ X ആയിട്ടാണ് എടുക്കുന്നത്. X കോളൻ കൊടുക്കണം. ഈ കോളൻ നമ്മൾ സച്ച് ദാറ്റ് എന്നാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോളൻ കൊടുത്തിട്ട് ആ എലമെൻറ്റിൻ്റെ കണ്ടീഷൻ കൊടുക്കാം. എക്സാമ്പിളാണ് സെറ്റ് A ഈസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനകത്ത് X കോളൻ X ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 15. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു സെറ്റിനകത്ത് 15 ലെസ് ദാൻ ഉള്ള എല്ലാ പ്രൈം നമ്പേഴ്സും വരും. നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് B ഈസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് X സച്ച് ദാറ്റ് X ഇസ് ഈക്വൽ ടു 2n, n ബിലോങ്സ് ടു
ക്യാപിറ്റൽ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇതിലുള്ള നമ്പേഴ്സ് എക്സ് എന്ന് പറയുന്നത് 2 × n ആണ്. ആ n നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ് സെറ്റാണ്. അപ്പോൾ ഇതിൽ 2 വെച്ചുള്ള ഈവൻ നമ്പേഴ്സ് എല്ലാം തന്നെ ഈ ഒരു സെറ്റിൽ വരും. അങ്ങനെയാണ് നമ്മൾ 2 ടൈപ്സിൽ സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ റോസ്റ്റർ ഓർ ലിസ്റ്റ് മെത്തേഡ്. ഇതിൽ നമ്മൾ ആ ഒരു സെറ്റിൽ വരുന്ന വേരിയബിൾസ് എല്ലാം ഒബ്ജക്ട്സ് എല്ലാം ഡയറക്റ്റ്ലി കൊടുക്കും. സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ മെത്തേഡാണ്. ഇതിൽ ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കത്തില്ല, പകരം അതിനുള്ള ആ ഒരു എലമെൻറ്റിനുള്ള കണ്ടീഷൻ മാത്രം നമ്മൾ കൊടുക്കും. ഇനിയുള്ളതാണ് ടൈപ്സ് ഓഫ് സെറ്റ്സ്. ഫസ്റ്റ് വൺ എംപ്റ്റി സെറ്റ്. ഇപ്പോൾ ഒരു സെറ്റിൽ എലമെൻറ്റ് ഒന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയും. നമ്മൾ നൾ സെറ്റിന് ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു ഇങ്ങനെ കേളി ബ്രാക്കറ്റ് മാത്രം ഇട്ടാൽ അതൊരു നൾ സെറ്റാണ്. ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ 5 വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇതാണ് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സെറ്റിൽ എലമെൻറ്റ്സ് ഒന്നും തന്നെ കാണത്തില്ല. അത് നമുക്ക് 2 രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ഒന്ന് സെറ്റ് നെയിം ഇസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് മാത്രം ഇടാം, അല്ലെങ്കിൽ 5 വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ സബ്സെറ്റ്. ഇപ്പോൾ 2 സെറ്റുണ്ട്. എ ഈസ് ഈക്വൽ ടു 1 2 3 4 വരെ ഉണ്ട്. പിന്നെ ബി ഈസ് ഈക്വൽ ടു 1 and 4 ആണ് ഉള്ളത്. ഇപ്പോൾ ഈ ബിയിലുള്ള എല്ലാ വേരിയബിൾസും സെറ്റ് എയിലില്ലേ, സെറ്റ് എയിൽ 1 2 3 4 ആണ് ഉള്ളത്. സെറ്റ് ബിയിൽ 1 4 മാത്രമാണ് ഉള്ളത്. ഈ ബിയിലുള്ള എല്ലാ വേരിയബിൾസും സെറ്റ് എയിലുണ്ട്. അപ്പോൾ ഇതിൽ ബി ആണ് എയുടെ ഒരു സബ്സെറ്റ്. ബി ഈസ് ആൻ സബ്സെറ്റ് ഓഫ് എ, ഇങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഒരു സെറ്റിൽ വേറൊരു സെറ്റിലുള്ള എല്ലാ എലമെൻസും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. സബ്സെറ്റ് നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് സബ്സെറ്റിൻ്റെ സിമ്പിൾ. നെക്സ്റ്റ് വൺ ആണ് സൂപ്പർ സെറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ എന്ന്. അപ്പോൾ എ ആണ് ബിയുടെ സൂപ്പർ സെറ്റ്. ബി എയുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ എ ആയിരിക്കും അതിൻ്റെ സൂപ്പർ സെറ്റ്. സൂപ്പർ സെറ്റ് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സൂപ്പർ സെറ്റ് നമ്മൾ ഈ സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് ഇസ് എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ഒബ്ജക്ട്സ് അണ്ടർ കൺസിഡറേഷൻ. നെക്സ്റ്റ് വൺ ഫൈനൈറ്റ് സെറ്റ്. ഇപ്പോൾ ഒരു സെറ്റിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ഫൈനൈറ്റ്. ഇപ്പോൾ ഒരു സെറ്റ് എയിൽ 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ആണ്. ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന്. ബട്ട് ചില സെറ്റ്സ് ഇൻഫിനിറ്റ് ആയിരിക്കും, നമുക്കതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് ഇൻഫിനിറ്റ് സെറ്റ്. അതിലുള്ള സെറ്റിൻ്റെ കൗണ്ട് നമുക്ക് അറിയത്തില്ല. അതാണ് ഇൻഫിനിറ്റ് സെറ്റ്. പിന്നെ ഉള്ളത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 2. ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണ്. ബിക്കോസ് എ സെറ്റിൽ ഒരു എലമെൻ്റ് ആണ് ഉള്ളത്, അത് 2 മാത്രമാണ്. അപ്പോൾ ഇതാണ് സിംഗിൾട്ടൺ സെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ. പിന്നെ ഉള്ളത് ഈക്വൽ സെറ്റ്. ഇതിൽ ഈക്വൽ സെറ്റിനും ഇക്വലൻ സെറ്റിനും രണ്ടും ഡിഫറെൻറ്റ് സെറ്റ്സ് ആണ്. ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് സെറ്റിലും സെയിം എലമെൻറ്റ്സ് ഉള്ളതാണ് ഈക്വൽ സെറ്റ്സ്. ഫോർ എക്സാമ്പിൾ എയിൽ 1 2 3 ഉണ്ട്. സെയിം ബിയിലും 1 2 3 ഉണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈക്വൽ സെറ്റാണ്. ബിക്കോസ് രണ്ടിലും സെയിം എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇനി ഇക്വലൻ സെറ്റ് എന്ന് വയ്ക്കുമ്പോൾ രണ്ടിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളതാണ് ഈക്വലൻ സെറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയിൽ 1 2 3 ഉണ്ട്, ബിയിൽ 4 5 6 ഉണ്ട്. എയിലും 3 എലമെൻറ്റ്സ് ഉണ്ട്, ബിയിലും 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈക്വലൻ സെറ്റ്സ്. അപ്പോൾ ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്നത് രണ്ടിലും സെയിം എലമെൻറ്റ്സ് ഉള്ളതാണ്. ഇക്വലൻ സെറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ടിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണും. നെക്സ്റ്റ് വൺ പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ്സ് ആണ്. നെക്സ്റ്റ് ഇതിൽ സെറ്റ് വെച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ബേസിക്സ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് യൂണിയൻ ഓപ്പറേഷൻ. ഈ യൂണിയൻ ഓപ്പറേഷൻ നമ്മൾ യു വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ യു. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 1 2 3 ഉണ്ട്, ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2 and 5 ഉണ്ട്. ഇപ്പോൾ എ യൂണിയൻ ബി ചെയ്യുമ്പോൾ നമുക്ക് എ ആൻഡ് ബി രണ്ടിലും ഉള്ള എലമെൻറ്റ്സ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ 1 2 3 5 ആയിരിക്കും എ യൂണിയൻ ബിയുടെ ഒരു സൊല്യൂഷൻ. ഇതിൽ 2 രണ്ട് സെറ്റിലും കോമൺ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു 2 മാത്രം എടുത്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ്
എലമെൻറ്റ്സ് നമുക്ക് എടുക്കേണ്ട. അപ്പോൾ എ യൂണിയൻ ബി, യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിലും ഉള്ള എല്ലാ എലമെൻറ്റ്സും എടുക്കും. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സിംഗിൾ വാല്യൂസ് മാത്രമാണ് ചൂസ് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമ്മൾ എടുക്കത്തില്ല. നെക്സ്റ്റ് ഓപ്പറേഷനാണ് ഇൻ്റർസെക്ഷൻ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി കൊടുക്കുമ്പോൾ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇപ്പോൾ ഫസ്റ്റ് യൂണിയനിൽ രണ്ട് സെറ്റിലും ഉള്ള എല്ലാ എലമെൻറ്റ്സും നമുക്ക് കിട്ടും. ആൻഡ് അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ മാത്രമാണ് നമ്മളെടുത്ത് എഴുതുന്നത്. ഇൻ്റർസെക്ഷനിൽ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഇൻ്റർസെക്ഷനിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡിഫറൻസ് ഓപ്പറേഷൻ. സെറ്റ് ഡിഫറൻസ് നമ്മൾ നോർമൽ മൈനസ് ഡിനോട്ട് ചെയ്യുന്ന പോലെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എ മൈനസ് ബി ചെയ്യുമ്പോൾ എ സെറ്റിലുള്ള എലമെൻറ്റ്സ് ബട്ട് ദേ ആർ നോട്ട് ഇൻ ബി, അങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ് നമുക്കിതിൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ദറ്റ് ആർ ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി ഇസ് കോൾഡ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇത് ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എയിൽ 1, 4, 8 ഉണ്ട് ആൻഡ് ബിയിൽ 4 and 11 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 1 and 8 ആയിരിക്കും. ബിക്കോസ് 1 എയിലുണ്ട് ബട്ട് ബിയിലില്ല, 4 എയിലുണ്ട് ബിയിലുണ്ട്, അപ്പോൾ നമുക്ക് 4 എടുക്കാൻ പറ്റത്തില്ല. ആൻഡ് 8 എയിലുണ്ട് ബിയില്ല, അപ്പോൾ നമുക്ക് 8 ഔട്ട്പുട്ടായിട്ട് എടുക്കാം. അപ്പോൾ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും കിട്ടും, ബട്ട് അത് ബിയിലുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്കത് ഔട്ട്പുട്ടിൽ കിട്ടത്തില്ല. നെക്സ്റ്റ് വൺ കാർഡിനാലിറ്റിയാണ്. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ എ സെറ്റാണ്. ഒരു സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതാണ് കാർഡിനാലിറ്റി. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ് ഇസ് കോൾഡ് കാർഡിനാലിറ്റി. നെക്സ്റ്റ് വൺ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. ഇപ്പോൾ നമുക്ക് ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. അതിൽ യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് എക്സാമ്പിളായിട്ട് യൂണിവേഴ്സൽ സെറ്റിൽ പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 100 വരെ എടുക്കാം. ബട്ട് സെറ്റ് എയിൽ എനിക്ക് പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 50 ഉണ്ട്. അപ്പോൾ ഈ 50 എനിക്ക് ഒരു സബ്സെറ്റായിട്ട് എടുക്കാം. ആൻഡ് ഇതാണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. 1 to 100 വരെയുള്ള പ്രൈം നമ്പേഴ്സാണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എയിലില്ലാത്ത എലമെൻറ്റ്സ് എല്ലാം എനിക്ക് ആൻസറായിട്ട് കിട്ടും. എയിലില്ലാത്ത എലമെൻറ്റ്സ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. If U is a universal set and A is its subset, then complement of A denoted by A raised to C is all elements of U that are not in A. ഇതിൽ എ സെറ്റിലുള്ള എലമെൻറ്റ്സ് ഇല്ലാത്ത ബാലൻസ് ഉള്ള യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതൊക്കെയാണ് ബേസിക് ഓപ്പറേഷൻസ്. നെക്സ്റ്റ് വൺ വെൻ ഡയഗ്രാംസ് ആണ്. ഈ വെൻ ഡയഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ജോൺ വെൻ ആണ്. ആൻഡ് ഇത് നമുക്ക് സെറ്റ് ഓപ്പറേഷൻസിനെ ഡയഗ്രാമാറ്റിക് ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതാണ് വെൻ ഡയഗ്രാം. ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ റെക്ടാങ്കിൾ ഷേപ്പിലുള്ളത് യൂണിവേഴ്സൽ സെറ്റാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്സിലുള്ളതാണ് ഓരോ സെറ്റും. സെറ്റ് എ, സെറ്റ് ബി ഇതെല്ലാം റൗണ്ട് ഷേപ്പിലുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് എക്സാമ്പിളിൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു സെറ്റ് എ ഉണ്ട്. സെക്കൻഡ് എക്സാമ്പിളിൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു സെറ്റ് ബി ഉണ്ട്. ഈ സെറ്റ് ബീൻ്റെ അകത്താണ് സെറ്റ് എ ഉള്ളത്. അപ്പോൾ സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി. അതാണ് ഈ ഒരു സെക്കൻഡ് ഡയഗ്രാമിൻ്റെ മീനിങ്. തേർഡ് വൺ ഇൻ്റർസെക്ഷനാണ്. ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, ഇത് സെറ്റ് എ, സെറ്റ് ബി. ഈ സെറ്റ് എക്കും സെറ്റ് ബിക്കും നടുക്ക് ഒരു ജോയിനിങ് ഇല്ലേ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി. ഇനി ഇത് ഫുള്ളും അതല്ലാതെ ഇത് രണ്ട് എയും ബിയും ഫുള്ളും നമ്മൾ ഷെയ്ഡ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും എ യൂണിയൻ ബിയുടെ ഒരു ഔട്ട്പുട്ട്. അപ്പോൾ ഇതൊക്കെയാണ് വെൻ ഡയഗ്രാംസ്, ബേസിക്സ് ഓഫ് വെൻ ഡയഗ്രാംസ്. നെക്സ്റ്റ് വൺ ഈ സെറ്റിലുള്ള ഓൾജിബ്രൈക് തിയറംസ് ആൻഡ് ലോസ് ആണ്. ഫസ്റ്റ് വൺ ആണ് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. സെറ്റ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണ്, യൂണിയൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് ആൻഡ് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. നെക്സ്റ്റ് വൺ ഈ സെറ്റ്സ് അസോസിയേറ്റീവ് ആണ്. ഇൻ്റർസെക്ഷൻ യൂണിയൻ രണ്ടും അസോസിയേറ്റീവ് ആണ്. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. നെക്സ്റ്റ് വൺ എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ. എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ. എ ഇൻ്റർസെക്ഷൻ ഫൈ ഈസ് ഈക്വൽ ടു ഫൈ. ഇത് നൾ സെറ്റാണ്. എ യൂണിയൻ നൾ സെറ്റ് ഈക്വൽ ടു എ. എ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ഈക്വൽ ടു നൾ സെറ്റ്. പിന്നെ എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. എ ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു എ.
നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂട്ടീവ്സ് ആണ്. ഇൻ്റർസെക്ഷൻ ആൻഡ് യൂണിയൻ രണ്ടിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. നെക്സ്റ്റ് വൺ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു നൾ സെറ്റ്. ആൻഡ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് ഡി മോർഗൻസ് ലോ ആണ്. ആൻഡ് വേറെ സെക്കൻഡ് ലോ ആണ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് രണ്ടും ഡി മോർഗൻസ് ലോ ആണ്. നെക്സ്റ്റ് വൺ എ യൂണിയൻ എ ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എ. നെക്സ്റ്റ് വൺ എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ. ദെൻ എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. A minus B minus C equal to A minus B union C. If A intersection B equal to null set, then A union B minus B equal to A. A minus B union C equal to A minus B intersection A minus C. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 20 കോൺസെപ്റ്റ്സ് ഓർ ലോസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത്രയേ ഉള്ളൂ. വാട്ട് ഈസ് സെറ്റ്, what are the types of set, basic operations in set and basic laws of set. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് പാർട്ട് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.